ഇതാണ് ശ്രീനാപ്പി. സീരിയസ് ആയിട്ട് എന്താ പറയാന്ന് വെച്ചാൽ, സീരിയസ് ആയിട്ട് ഇവിടെ ഒന്നും പറയാല്ല. നമ്മുടെ ഈ ഒരു റൂം നമ്മൾ പുറത്തിറക്കിയിട്ടേ ഇല്ല. ഓക്കെ, ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നിവിടെ എന്താ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഒരു ഓർഡർ കൊടുക്കാണ്ട് നമ്മൾ ഈവനിങ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഈവനിങ് ആണ് കൊടുക്കണം, വേറെ ഒന്നും ഇപ്പം ചെയ്യാല്ല. സോ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്നുള്ളത്. അല്ലേ, ക്യാമറ കാണില്ല. ഞങ്ങളങ്ങനെ ഉമ്മ വെക്കാത്ത സിസ്റ്റേഴ്സാണ്. അതെ, ഞങ്ങളങ്ങനെ പരസ്പരം ഉമ്മ വെക്കാറില്ല. ഇതാണ് ശ്രീനാപ്പി. ശ്രീനാപ്പി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു ഓർഡറിന്റെ എന്താണ് ശ്രീനാപ്പി ചെയ്യുന്നത്? ഓർഡറിന്റെ ഓർഡറോ? എന്ത് വർക്കാന്ന് ചോദിച്ചാൽ, നമ്മുടെ കസ്റ്റമറിന് ഇത് കസ്റ്റമൈസ്ഡ് വർക്കാണ് കേട്ടോ. ഇതൊരു ഈ മെറ്റീരിയൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പരിചയം കാണില്ല, കാരണം ഞങ്ങളിത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. സ്റ്റിൽ നമുക്ക് സോൾഡ് ഔട്ട് ആയ ഒരു പീസാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും വാങ്ങിയതാണ്, അതുകൊണ്ടാണ് അത് പുറത്ത് കാണിക്കാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം കാണിക്കാഞ്ഞിട്ടല്ല. കസ്റ്റമൈസ്ഡ് വർക്ക് വരുമ്പോൾ ചിലതൊന്നും നമുക്ക് എടുത്ത് പോസ്റ്റ് ഇട്ട് പേജിലിടാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് ഓർഡർ കൊടുക്കാൻ ടൈം ആവും. അങ്ങനത്തെ കുറച്ച് ആ സമയത്ത് തന്നെ അങ്ങനെ ഫിനിഷ് ആയ മെറ്റീരിയലാണ് ഇത്. അതെ, അതായത് നമുക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റിയിട്ടില്ല, എല്ലാം സ്വന്തം ഉണ്ടായി. ആ ഒരു അവസ്ഥയിലുള്ള ഹാൻഡ് വർക്ക്, സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് എനിക്ക് നെക്കിൽ നമ്മളിങ്ങനെ ഒരു എടുത്തിട്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു താങ്ക് യു. ഓക്കെ, സീരിയസ് ആയിട്ട് എന്താ പറയാന്ന് വെച്ചാൽ, സീരിയസ് ആയിട്ട് ഇവിടെ ഒന്നും പറയാല്ല. കാരണം ഞങ്ങൾ പുതിയ റൂമില് ഇത് എടുക്കണത് ഞങ്ങൾ സീരിയസ് അല്ലാത്തതുകൊണ്ടാണ്. കുറേ കാര്യത്തിൽ സീരിയസ് അല്ല. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞങ്ങൾ സീരിയസ് അല്ല. ആരും വിചാരിക്കുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ തന്നെ കരുതുന്നത് എല്ലാവരും ഞങ്ങളെ കുറിച്ച് ഇത് വിചാരിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, ഞാൻ പുതിയ റൂമിലേക്ക് കാണിച്ചു തരണമെന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു റൂം നമ്മൾ പുറത്തിറക്കിയിട്ടേ ഇല്ല. പക്ഷെ ഇത് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഇറക്കുള്ളൂ. എന്തെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് പണി ചെയ്യാണ്ട്. ഞങ്ങൾ മറ്റേ റൂമിൽ ചെയ്യാൻ വെച്ച കുറേ പ്ലാൻ കണ്ടില്ലേ, അത് ഞങ്ങൾ ഈ റൂമിൽ ചെയ്യാൻ വിചാരിച്ചു. ഇത് ആ റൂമിൽ വെച്ച് നോക്കുമ്പോഴേ കുറച്ച്, അതായത് അത്രയും വലിയ റൂമല്ല, ചെറിയൊരു നമുക്ക് പാകത്തിനൊരു റൂം കിട്ടിയതാണ്. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടിയതാണ്. പക്ഷേ അത്യാവശ്യമായിട്ട് എന്താ മാറണോ ചോദിച്ചാലേ, മാറുന്നതൊക്കെ അത്യാവശ്യമായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ബുദ്ധിപരമായ നീക്കങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ വരണൊക്കെ ആവും. പക്ഷെ നല്ല വോയിസ്, നല്ല സൗണ്ടാണ്. അവിടെ അത്ര സൗണ്ട് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അന്നൊക്കെ വിചാരിച്ചിരുന്നത് അവിടെ നല്ല സൗണ്ടാണ്, അവിടെ സൗണ്ട് ഇല്ല എന്നാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് സൗണ്ട്. ഇവിടെ കുറച്ച് റോഡിൻ്റെ സൈഡിലാണ്, അത് കുറച്ച് ഇങ്ങനെ. ഞാൻ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബ്രൈറ്റ് ആവുക, ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബ്രൈറ്റ് ആവുക. ഓക്കെ, ഞങ്ങളുടെ റൂം, ഞങ്ങൾ പുതിയ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, റൂമിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം പണി കഴിയുന്നതിന് മുമ്പ് ഈ റൂം എങ്ങനെയുള്ളത് അതുണ്ടല്ലേ. അത് നമ്മളൊരു പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചിത്രം വരച്ചു വെച്ചതാട്ടെ. ഏട്ടനാണ് പെയിൻറ് ചെയ്യണത്. ഞാൻ അങ്ങനെ ബാക്കി വിളിക്കത്ര സൗണ്ട് ഇട്ടിട്ട് എല്ലാവരും ഓടി വന്നാൽ മതിയായിരുന്നു. ഇത്രയേ ഉള്ളൂ റൂം. ഇത്ര ഒരു കുഞ്ഞ് സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ നമ്മൾ വർക്ക് കഴിയുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോഴേക്ക് കുറച്ചുകൂടി സെറ്റാവും. നമ്മൾ
നമ്മളൊരു ജസ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ ഇവിടെ ഹാങ്ങേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് വെക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പെയിന്റിങ് വെക്കുന്നുണ്ട്, പിന്നെ നമ്മളെ കർട്ടൻസ് ഇല്ലേ